ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് എന്നാണ്. അതായത് നിങ്ങളുടെ ഒരു നിയർ ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാം റെസനേറ്റ് ആവണമെന്നില്ല. പിന്നീട് ഞാനിത് പൈൽ റീഡിംഗ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളുടെ പല വ്യൂവേഴ്സിനും പൈൽ റീഡിങ്ങിനേക്കാൾ കൂടുതലായിട്ട് ജനറൽ റീഡിംഗ് വിത്ത് ക്ലൂസ് ആണ് താല്പര്യം എന്നെപ്പോഴും പറയുന്നതുകൊണ്ടാണ് ഇതൊരു പൈൽ റീഡിംഗ് ആയിട്ട് ഞാൻ എടുക്കാതിരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ മറ്റു ആളുകളുടേതാവും എന്ന് തന്നെ മനസ്സിലാക്കി അത് നിങ്ങളുടേതല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് പേര് അവരുടെ ലൈഫ് വളരെ ഒരു ബോറിംഗ് ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ബോറിംഗ് ഇൻ ദ സെൻസ് ഒരാഗ്രഹിക്കുന്ന രീതിയിലല്ല അവരുടെ ലൈഫ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങൾ, നിരാശ, ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് എന്തൊക്കെ ചെയ്തിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവാത്ത ഒരവസ്ഥ. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലും നല്ല രീതിയിലാകും എന്ന് ഈ ഒരു വ്യക്തികൾക്ക് തന്നെ പ്രതീക്ഷയില്ല. അങ്ങനെയുള്ള കുറച്ച് പേരുടെ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചുറ്റും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കരകയറി വരാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു വാശി പോലെ, അല്ലെങ്കിൽ എനിക്ക് നല്ലതൊന്നും സംഭവിക്കില്ല എന്ന് മനസ്സിൽ മുൻകൂട്ടി തന്നെ തീരുമാനമെടുത്ത് അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ്. അതായത് ചില ആളുകളുടെ സ്വഭാവമാണ്, നമുക്കിപ്പോൾ എന്തൊക്കെ ഉണ്ടായാലും ഞാൻ പിടിച്ച മുയലിൻ്റെ 3 കൊമ്പെന്ന് പറഞ്ഞ് അത് തന്നെ എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് തന്നെ എനിക്ക് നടന്ന് കിട്ടണം എന്ന് പറഞ്ഞ് ഒരേ ഒരു കാര്യത്തിൻ്റെ പുറകെ പോകുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ അവർക്ക് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവർ സഞ്ചരിക്കുന്ന മാർഗ്ഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്കുള്ള ഒരുപാട് വഴികൾ യൂണിവേഴ്സായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതവർ കാണില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ആളുകളുടെ എനർജീസ് നമുക്കിവിടെ കാണാം. അപ്പോൾ അവരതുപോലെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്, മുന്നോട്ട് പോകുന്നില്ല. ഒരു സ്റ്റക്നെസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവസരങ്ങൾ ഉണ്ടായിട്ടും അത് വിനിയോഗിക്കാതെ എനിക്കിത് തന്നെ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ചേഞ്ച് ആവാനായിട്ട് ഉദ്ദേശിക്കാത്ത ഒരു എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്ന പോലെ നിങ്ങളത് മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവരോടെല്ലാം ഒരു ദേഷ്യം, അല്ലെങ്കിൽ ലൈഫിനോട് തന്നെ ഒരു വിമുഖത, സ്വയം ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ, ഇതൊക്കെ ആയിരിക്കും നമുക്കവിടെ റിസൾട്ടായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വയമേ സന്തോഷിക്കാനും കഴിയില്ല, നമ്മളുടെ ചുറ്റും നിൽക്കുന്നവരെ നമ്മൾ ഓരോ രീതിയിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ആദ്യം നമ്മൾ സന്തോഷിച്ചാലല്ലേ മറ്റുള്ളവരെ നമുക്ക് നമ്മളുടെ കുടുംബത്തിലുള്ളവരെ ആണെന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ട് സന്തോഷമാക്കി വെക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തുടർന്ന് പോകുമ്പോൾ കലഹങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ തന്നെ നമ്മളുടെ ആ ഒരു ഫെയിലിയർ ഉണ്ടാക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വാശി പിടിച്ച് നിൽക്കുന്ന പേഴ്സണാലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറുക എന്നുള്ളതാണ്, കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റിവിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റിവിറ്റി വരണമെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന എവിടെയാണോ അവിടെ തന്നെ അനങ്ങാതെ ഉറച്ച് പാറ പോലെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ പുറകിൽ വരുന്നവർക്ക് നമ്മളൊരു തടസ്സമായിട്ട് മാറും. അപ്പോൾ ചിലർക്കെങ്കിലും ആ ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ഭയം കൊണ്ടാണ്. കാരണം അവരിപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് അവരായിട്ട് തന്നെ മാറിപ്പോയി കഴിഞ്ഞാൽ നാളെ അതിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എൻഡിങ് ആവുമോ എന്നൊക്കെയുള്ളൊരു പേടി കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഭയം കൊണ്ടാണ് നിങ്ങൾ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാത്തതെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ആക്കി മുന്നോട്ട് പോകുമ്പോൾ പോലും
നമ്മൾ ആ ഒരു യൂണിവേഴ്സിനോടായാലും അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണമായിട്ടുള്ള നമ്മുടെ കർമ്മയോടാണെന്നുണ്ടെങ്കിലും നമ്മളത് അംഗീകരിക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളത് ആ ഒരു ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും നമുക്ക് നന്മയെ വരുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളായിട്ട് തന്നെ അത് മൂവ് ഓൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് പുറത്ത് പോകാനൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെ വേറെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈഫിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും അവെയറാണ്. അവർ വളരെ പാഷനേറ്റ് ആയിട്ട് സ്വന്തം ലൈഫ് കാണുന്നു, അല്ലെങ്കിൽ ഇനി ഒരു തുടക്കം വേണം എന്നവർ ആഗ്രഹിക്കുന്നവരാണ്. ചിലപ്പോൾ അവർക്ക് പാസ്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ അതെല്ലാം ഈ ഒരു വ്യക്തികൾ ഓവർകം ചെയ്തതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിനെ ആ ഒരു സ്പിരിറ്റോടുകൂടി കണ്ട വ്യക്തികൾ, അല്ലെങ്കിൽ ആ ഒരു അവയർനെസ്, എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തികൾ, അവരെ ഇനി ഒന്നിനും തടുക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ആരില്ലെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, വർക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നവരാണ്. അവർക്ക് വളരെ ക്ഷമയുണ്ട്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ലൈഫ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അവരവരെയും അതുപോലെ തന്നെ അവർക്ക് ചുറ്റും നിൽക്കുന്നവരെയൊക്കെ സ്നേഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറെടുത്ത വ്യക്തികൾ തന്നെയാണ്. ഒരിക്കലും ലൈഫിൽ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാത്ത ആൾക്കാരോ അല്ലെങ്കിൽ പണ്ട് മുതലേ സന്തോഷത്തോടെ ഇരിക്കുന്ന വ്യക്തികളല്ല. ഒരുപാട് ട്രോമാസും അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ്. അല്ലെങ്കിൽ ജീവിതം ആർക്കും വേണ്ടി തോറ്റു കൊടുക്കാനുള്ളതല്ല, വെട്ടിപ്പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് പോകുന്നവരാണ്. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ആ ഒരു പാഷനോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഈ ഒരു എനർജിയിലാണ് നിങ്ങളുള്ളതെങ്കിൽ, അതായത് നിങ്ങളുടെ പാസ്റ്റിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടും ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോരാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾസൊക്കെ ഓവർകം ചെയ്യാനായിട്ട് മെൻ്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ റെഡിയായി തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവാം ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ പതിയെ പതിയെ കാര്യങ്ങൾ ശരിയാവാനായിട്ട് തുടങ്ങുന്ന ഒരു പ്രവണത നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡിലൂടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. കാരണം ഈ ഒരു സ്ട്രഗിളിങ്ങിലേക്ക് കിടന്ന് വീണ്ടും താഴെ താഴെ പോകുന്ന ആളുകൾക്ക് അതൊരു പ്രചോദനമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളിങ്ങനെയുള്ള ഒരു എനർജിയിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയത്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ വിഷമത്തോടു കൂടിയാണെങ്കിൽ ഉപേക്ഷിച്ച് പോയത് എന്താണോ ആ കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ തൊഴിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബന്ധങ്ങളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എന്താണോ നിങ്ങൾ ത്യജിച്ച് പോകുന്നത്, അല്ലെങ്കിൽ സിറ്റുവേഷൻ മനസ്സിലാക്കി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ വേർത്ത് മനസ്സിലാക്കി മുന്നോട്ട് പോയത്, ഇപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ പിന്നാലെ വരുന്നു. ഇപ്പോൾ റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു ദാമ്പത്യ ബന്ധമൊക്കെ നഷ്ടപ്പെടുമ്പോൾ ആർക്കും ഉണ്ടാകുന്ന ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളതൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോയവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പിന്നാലെ വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എത്രത്തോളം മോശമായിരുന്നോ അതാണ് ഇനി പ്രോഗ്രസ്സിങ്ങിലേക്ക് പോകുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിലവർ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനായിരിക്കാം തീരുമാനിച്ചിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ പുതിയ ഒരു ജോബിലേക്കുള്ളൊരു മാറ്റമായിരിക്കാം. അപ്പം നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് പീരീഡിൽ നിങ്ങൾ അത് ഓവർകം ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്ത വഴി എന്താണ്, ആ ഒരു വഴി ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലാഭമായിട്ട് മാറുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് മാറുന്നു എന്നാണ്. അതായത് ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പഠിക്കുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്തതെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വരുമാന മാർഗമായിട്ട് മാറിയേക്കാം. അതായത് ഇവിടെ നിങ്ങൾക്ക് പുതിയ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് തുറന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ ആ ഒരു ജോബ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോന്നിട്ടുണ്ടാവാം. മൊത്തത്തിലുള്ള നിങ്ങളുടെ ഒരു അന്തരീക്ഷം മാറുന്നതിനായിട്ട് ചിലരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ ഒരു ബേക്കിങ്ങിൻ്റെ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഒരു ടൈലറിങ്ങിനോ ഒക്കെ പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പേർക്കെല്ലാം ഇതിനോടകം തന്നെ ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം, ഈ ഒരു മാറ്റം വന്നിട്ടുണ്ടാവാം. നിങ്ങളെ വിട്ട് ഉപേക്ഷിച്ച് പോയ വ്യക്തികൾ നിങ്ങൾ തിരിഞ്ഞ് നടന്നപ്പോൾ നിങ്ങൾക്ക് പിന്നാലെ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവാം. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് അത് ബൂമറാങ് പോലെ തിരിച്ചു വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻസിലൂടെ തന്നെ അറിയിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സ് നിറഞ്ഞ ലൈഫിൽ നിന്നുള്ളൊരു റിലീസിങ് ആണ് ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാലത്തിനൊത്ത് സഞ്ചരിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെയും യൂണിവേഴ്സ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ വ്യക്തികളോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളോ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ ഒരിക്കലും ഈ പുതിയതായിട്ട് വന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നിങ്ങൾ തള്ളി പറയാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അതെന്നും ഒരു മുതൽക്കൂട്ടായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് എനർജീസ് വന്നിട്ടുണ്ട്. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നവരുടെ എനർജീസാണ്. അവർ മുന്നോട്ട് പോകാൻ മടിച്ച് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് ആ ഒരു ടെൻഷനും ഡിപ്രഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടൊഴിയാനായിട്ട് അവരുടെ മനസ്സ് തന്നെ പാകപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് മുന്നോട്ട് പോവുക. ചിലപ്പോൾ നമ്മളുടെ ഒരു സമയം ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കർമാസ് റിലേറ്റഡ് ആയിരിക്കാം നമുക്കതിന് കഴിയാത്തത്. എങ്കിലും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നും ഇല്ല എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുക. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ആ ഒരു മാറി തുടങ്ങിയ വ്യക്തികളല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലൈഫിനെ സ്നേഹിച്ചു തുടങ്ങിയ വ്യക്തികളുടെ ഒരു എനർജിയിൽ നമുക്ക് അവർക്കൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു റീഡിങ് തന്നെയാണ്. ഇതിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യങ്ങളുമില്ല. ഇത് നമ്മൾ ഓവറോൾ എനർജി ആയിട്ട് തന്നെ പറഞ്ഞു പോകാവുന്ന കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള എനർജീസ് ഏതാണ് നിങ്ങളുടേതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോട് കൂടി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരിക്കലും ഡിപ്രഷനിൽ പോയി പെടാതിരിക്കുക. കാരണം നമ്മളൊരു ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡിപ്രഷനിലല്ലാതെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ചുറ്റുമുണ്ട്. അതൊന്ന് കണ്ണു തുറന്ന് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.